ഞാൻ പറഞ്ഞത് BJP ചേർന്ന ആളുകൾ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തോ സംഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് സെൻകുമാർ, അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. ഇവിടെ SP ആയിട്ടിരിക്കുമ്പോൾ തന്നെ നന്നായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹം കൊറോണയെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യയിലേക്ക് കൊറോണ വരില്ല, കാരണം ഇവിടെ ചൂട് കൂടുതലാണ്, അതുകൊണ്ട് കൊറോണ ചൂട് സഹിക്കാൻ പറ്റില്ല, അത് കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ എന്തോ അസംബന്ധമാണ് പുള്ളി പറഞ്ഞത്. ഇത് BJPയിലേക്ക് ചേരുമ്പോ ഇവർക്കൊക്കെ എന്തോ കുഴപ്പം സെൻകുമാർ. അതോടൊപ്പം തന്നെ നമ്മുടെ IAS കാരനായിട്ടുള്ള കണ്ണന്താനം പറഞ്ഞതാണ്, അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞാണ്, നിങ്ങൾ ഭക്ഷണം അധികം കഴിക്കരുത്. ഇപ്പൊ ഭക്ഷണം അധികം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോസറ്റ് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോ നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ കഴിയില്ല. അല്ല, അതാണ് പുള്ളി പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല പുള്ളി പറഞ്ഞത്, പിന്നെ പെട്രോളിനൊക്കെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കക്കൂസ് ഉണ്ടാക്കാനാണെന്ന് പറയുകയും ലാസ്റ്റ് ഈ പറയുന്ന പോലെ മോദി തന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാളെ പുള്ളി ഭയങ്കര ഷോയൊക്കെ ആയിരുന്നു, മനുഷ്യൻ പറഞ്ഞു വിട്ടു. ഇവർക്കെല്ലാം എന്തോ സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവരൊക്കെ ഇപ്പൊ അതുപോലെ തന്നെ ഒരാളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള ശ്രീലേഖ.